ഇ.പി. ജയരാജനെതിരെ പണി കൊടുത്തത് മുഖ്യമന്ത്രിയും പി ശശിയുമാണെന്നാണ് പി.വി. അൻവറിൻ്റെ വാദം. ഒരു പക്ഷേയെങ്കിൽ പി.വി. അൻവർ പറയുന്നത് ശരിയുമാകാം. കാരണം ഇ.പി. ജയരാജനെ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കാനാണ് CPM-ന്റെ രഹസ്യ നീക്കം. പകരം അവിടെ മുഹമ്മദ് റിയാസിനെ പ്രതിഷ്ഠിക്കാനും നീക്കം നടക്കുന്നുണ്ട്. ഇത് പറയുന്നത് പി.വി. അൻവർ ആയതുകൊണ്ട് ഒരുപക്ഷെ ആളുകൾക്ക് അത്ര വിശ്വാസ്യത വരണമെന്നില്ല. പക്ഷെ സംഭവ പരമ്പരകൾ നോക്കുകയാണെങ്കിൽ ഇ.പി. ജയരാജൻ്റെ പ്രായം അടുത്ത മെയ്യിൽ 75 തികയും. പ്രായത്തിൻ്റെ കണക്ക് പറഞ്ഞ് ഇ.പി. ജയരാജനെ പതിയെ സംസ്ഥാന കമ്മിറ്റിയുടെ സ്ഥിരം ക്ഷണിതാവാക്കിയൊക്കെ മാറ്റി വേദനിപ്പിക്കാതെ, മുള്ളുകൊള്ളിക്കാതെ അല്ലെങ്കിൽ കുത്തി നോവിക്കാതെ പുറത്താക്കാൻ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. CPM-ന്റെ ഏരിയ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം ജില്ലാ സമ്മേളനങ്ങൾ വരും. ജനുവരിയിലാണ് സംസ്ഥാന സമ്മേളനം വരുന്നത്. ഏപ്രിൽ മാസത്തിലാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോഴും ഇ.പി. ജയരാജൻ്റെ പ്രായം 75 ആവുകയില്ല. മെയ് മാസം 28-ാം തീയതിയാണ് ഇ.പി. ജയരാജന് 75 വയസ്സ് പൂർത്തിയാകുന്നത്. ഒരു പക്ഷേയെങ്കിൽ ഈ 75 വയസ്സെന്ന പ്രായം നിങ്ങൾക്ക് ഉടനെ ആകും, അതുകൊണ്ട് നിങ്ങളെ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റികളിൽ നിന്ന് മാറ്റുന്നു എന്ന് പറഞ്ഞ് മുള്ളു കൊള്ളിക്കാതെ അല്ലെങ്കിൽ കുത്തി നോവിക്കാതെ മാറ്റി നിർത്താം, സ്ഥിരം ക്ഷണിതാവാക്കാം സംസ്ഥാന സമിതിയിലേക്ക്. അതേ അവസരം തന്നെ ഇലക്ഷൻ സമയത്ത് സ്ഥിരം പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്ന വിവാദങ്ങളിൽ ചെന്നുപെടുന്ന വ്യക്തി ആയതുകൊണ്ട് ഇ.പി. ജയരാജനെതിരെ അച്ചടക്ക നടപടിയായും സംസ്ഥാന കേന്ദ്ര കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കിയേക്കാം. പകരം അവിടെ മുഹമ്മദ് റിയാസിനെ പ്രതിഷ്ഠിക്കാം. പി.വി. അൻവർ പറയുന്നത് അത് തന്നെയാണ്. മുഹമ്മദ് റിയാസിനെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ, മുഹമ്മദ് റിയാസിനെ അടുത്തൊരു മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ നീക്കമാണ്, കരുനീക്കമാണ് ഈ ആത്മകഥാ വിവാദം എന്നാണ് പി.വി. അൻവർ ആരോപിക്കുന്നത്. മാത്രമല്ല, ഇ.പി. ജയരാജൻ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത ഇതാണ്. പാർട്ടിക്ക് അറിയാം വിവാദങ്ങൾക്കുള്ള മറുപടിയായി ഇ.പി. ജയരാജൻ ഒരു പുസ്തകം എഴുതുകയാണെന്ന് പാർട്ടിക്കാർക്ക് നേരത്തെ അറിയാം. ജാവദേക്കറുമായി കൂടിക്കാഴ്ച, വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം, അതുപോലെ നിരവധി വിവാദങ്ങൾ, വലിയ ആഡംബര വീട് വെച്ചു എന്നുള്ള വിവാദം. അപ്പോൾ ഇത്തരം വിവാദങ്ങൾക്ക് മറുപടി പറയുക എന്നത് ഇ.പി. ജയരാജനുള്ള ഒരു മൗലികമായ അവകാശമാണ്. ആ തരത്തിലൊരു പുസ്തകം അദ്ദേഹം എഴുതുന്നുണ്ടെന്ന് പാർട്ടിക്കാർക്കറിയാം. അതിൻ്റെ പുസ്തകത്തിൻ്റെ പരിശോധനയും പ്രൂഫ് നോക്കലും അതിൻ്റെ ഭാഷാ പരിശോധനയും ഒക്കെ ദേശാഭിമാനിയുടെ കണ്ണൂർ ബ്യൂറോ ചീഫിനെയാണ് ഏൽപ്പിച്ചിരുന്നത് ഇ.പി. ജയരാജൻ. അദ്ദേഹം വിശ്വസ്തനാണ് ഇ.പി. ജയരാജൻ്റെ. പക്ഷേ ആ വിശ്വസ്തനെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇടപെട്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരുപക്ഷെയെങ്കിൽ അങ്ങനെ സ്വാധീനിച്ചിരിക്കാം. അതുകൊണ്ടാകാം ഇ.പി. ജയരാജൻ എഴുതിയിട്ടില്ല എന്ന് ആവർത്തിച്ച് ആണയിട്ട് പറയുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് പി സരിനെതിരെയുള്ള ആരോപണങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ രണ്ടാം ഭരണം ദുർബലമാണെന്ന ആക്ഷേപം സംസ്ഥാന സമിതിയും അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ പറഞ്ഞതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ശേഷം പറഞ്ഞതാണ്, മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം, രണ്ടാം പിണറായി സർക്കാരിന് അത്ര ജനപിന്തുണയില്ല, ഇത് വികസന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നു, ആളുകൾ പണക്കൊതിയോടുകൂടി പാർട്ടിയിലേക്ക് എത്തുന്നു, പണം സമ്പാദിക്കാനുള്ള മാർഗമായി പാർട്ടിയെ കാണുന്നു, അങ്ങനെയൊക്കെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഭരണം ദുർബലമാണ് എന്ന് ഇ.പി. ജയരാജൻ വിമർശിച്ചു എന്നുണ്ടെങ്കിൽ അത് തെറ്റായി വരികയില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM നിർത്തിയ സ്ഥാനാർത്ഥി, CPM സംസ്ഥാന സമിതി നിശ്ചയിച്ച് നിർത്തിയ സ്ഥാനാർത്ഥിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് വളരെ വലിയ ഗുരുതരമായ പ്രശ്നമായി തന്നെയാണ് CPM കാണുന്നത്. പി സരിൻ മറുകണ്ഠം ചാടി വന്നു, ഇന്നലെ വരെ കോൺഗ്രസിൽ നിന്നാൾ ഇന്ന് CPM സ്ഥാനാർത്ഥിയാകുന്നു എന്ന തരത്തിലുള്ള ഇ.പി. ജയരാജൻ്റെ വിമർശനം പുസ്തകത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അത് എഴുതി ചേർത്തതാണെങ്കിലും ഇ.പി. ജയരാജൻ്റെതായി അത് പുറത്തു വന്നുപോയി. അത് പാർട്ടി ഗൗരവമായി കാണും. സംസ്ഥാന സമ്മേളനത്തിലും അതുപോലെ തന്നെ അച്ചടക്ക നടപടികളിലേക്കും പോകാൻ അത് കാരണമാക്കിയും അച്ചടക്ക നടപടിയിലേക്ക് പോകാം. ഒരു പക്ഷേയെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുത്തി നോവിക്കാതെ, പരിക്കേൽപ്പിക്കാതെ, പ്രായം 75 ആകുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ സംസ്ഥാന സമിതിയിലേക്ക് സ്ഥിരം ക്ഷണിതാവായി വെച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികളിൽ നിന്ന് നീക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഒഴിവാകുന്നു എന്ന് പറഞ്ഞ് വയ്ക്കാം. അല്ലെങ്കിൽ ഈ പി സരിനെ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത്, സ്ഥിരം തെരഞ്ഞെടുപ്പ് കാലത്ത് തലവേദന സൃഷ്ടിക്കുന്ന, പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുന്ന തരത്തിലുള്ള വാഗ്വാദങ്ങളിലേക്കും സംവാദങ്ങളിലേക്കും നയിക്കുന്ന വിഷയങ്ങളിൽ ചെന്ന് ഇടപെടുന്ന ആളായതുകൊണ്ട് പാർട്ടി കർശനമായ അച്ചടക്ക നടപടി ഇ.പി. ജയരാജനെതിരെ എടുക്കുന്നുവെന്നും പറയാം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതുപോലെ വാട്സപ്പിൽ ആരെങ്കിലും ആത്മകഥ അയച്ചു കൊടുക്കുമോ, എഴുത്തുകാരനറിയാതെ പ്രസാധകന് പുസ്തകം പ്രകാശിപ്പിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചതുപോലെ പൂർണ്ണമായും ആത്മകഥാ വിവാദം ഇ.പി.യുടെ തലയിൽ നിന്ന് ഒഴിവാക്കി ഇ.പി.യെ കൂടെ നിർത്തുകയും ചെയ്യാം. ഇത് സമ്മേളനം കഴിഞ്ഞാലേ അല്ലെങ്കിൽ സമ്മേളനം നടക്കുമ്പോൾ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഏതായാലും
ഡെമോക്രേറ്റസിന് വാള് പോലെ ഇ പി ജയരാജൻ്റെ തലയ്ക്ക് മുകളിൽ വാളുണ്ട്. എന്ത് വന്നാലും ഇ പി ജയരാജന് ഏതെങ്കിലും ഒരു നടപടിയിലേക്ക് ഇ പി ജയരാജൻ നടപടി അഭിമുഖീകരിക്കേണ്ടി വരും എന്നതിൽ തർക്കമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.